തലവേദന മാറിയോ? തലവേദനയോ? ചന്ദ്രമതി പറഞ്ഞു തനിക്ക് തലവേദനയാ, ഉറക്കമാണെന്ന്. ചെറിയൊരു തലവേദന, ഒന്ന് ഉറങ്ങിപ്പോയി. ബാലു, ഞാൻ സിദ്ധുവിനോട് പറയുമായിരുന്നു ബാലുവിന്റെ പ്രയാസങ്ങള്. തനുജയുടെ വിഷയം ബാലുവുമായി ബന്ധിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിനൊക്കെ നീ എന്തിനാ അഭിപ്രായം പറയുന്നത്? എന്റെ കുടുംബത്തെ ബാധിക്കുന്ന ഏതിനും ഞാൻ അഭിപ്രായം പറയും. നമ്മുടെ മോള് മരിച്ച് മോളി നിൽക്കുക. അതിന്റെ കണ്ണീര് തന്നെ ഇവിടെ തോർന്നിട്ടില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടി. മീരയുടെ ആത്മാവ് കാണുന്നുണ്ടല്ല. അവൾക്ക് സഹിക്കോ? അവൾക്ക് പകരം നമ്മൾ മറ്റൊരു കുട്ടിയെ മോളായിട്ട് എടുക്കുന്നത്? മീരയുടെ ആത്മാവിന് മാത്രമല്ല ചന്ദ്രമതി, ഇതൊന്നും ആർക്കും സഹിക്കില്ല. ചന്ദ്രകത്തേക്ക് ചെല്ല, കാപ്പി എടുക്ക, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. അല്ല ബാലു, ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു, സിദ്ധുവിനോടുള്ള സ്നേഹം കാരണം ബാലു തനുജയെ ദത്തെടുക്കാനുള്ള ചിന്തയൊക്കെ ഉണ്ടെന്ന്. അതിലേക്ക് സിദ്ധുവും ദേവികയൊക്കെ കൂടിയായിരിക്കും കൊണ്ടെത്തിച്ചത്. പക്ഷെ സിദ്ധു, ബാലു നിൽക്കുമ്പോ തന്നെ ഞാൻ പറയാം, ബാലു സിദ്ധുവിനെ സഹായിക്കുന്ന പ്രതീക്ഷയൊന്നും വേണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രനോട് പോവാനാ പറഞ്ഞേ. പോകാൻ പറയേണ്ടത് എന്നോടല്ല. നീ എന്താ പറഞ്ഞേ? നീ ആരോട് എന്താ പറഞ്ഞെന്നറി? ബലരാമ, സോറി ചന്ദ്രമതി, ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു തർക്കവും വഴക്കമൊന്നും വേണ്ട. 1-2 മിനിറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. ഞാൻ സിദ്ധുവിനെ വിഷമിപ്പിക്കാനൊന്നുമല്ല പറഞ്ഞ്, എന്റെ വിഷമം മാറ്റാനാ. എനിക്കറിയാം, ചന്ദ്രമതി പേടിക്കണ്ട. എന്റെ കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞയക്കില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഞാൻ ആ തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും. എന്റെ കുഞ്ഞ് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ ചൂടായതാ. സോറി അന്ദ്രേ. ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ. കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചന്ദ്രാകത്തേക്ക് ചെല്ല. ആ സിദ്ധു, രജനിക്ക് എങ്ങനെയുണ്ട്? ആ, ഹോസ്പിറ്റലിലാണ്. തനുജയെ അറസ്റ്റ് ചെയ്തോ? അത് പോലീസല്ലേ തീരുമാനിക്കേണ്ടത്. തനുജയെ എങ്ങനെ സമാധാനപ്പെടുത്തണം? അവളോട് അവളുടെ അമ്മ ആരെന്ന് പറഞ്ഞാലും മതി, അവക്ക് സമാധാനാവോ? അന്ന് എന്നെ ഫോൺ ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ്. അതൊക്കെ തനുജയുടെ അച്ഛൻ പറയേണ്ട കാര്യങ്ങളല്ലേ ചന്ദ്രമതി. പറഞ്ഞല്ലോ, തനുജയുടെ അച്ഛൻ ഞാനല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.